പരീക്ഷണങ്ങളിലും പ്രതിബന്ധങ്ങളിലും പതറാതെ മുതലമടയിലെ ശ്രേയയ്ക്ക് SSLC പരീക്ഷയിൽ വിജയത്തിന്റെ മധുരം. പരീക്ഷയും പരീക്ഷണങ്ങളും മറികടന്ന് SSLCയിൽ മുതലമട പുളിയന്തോണിയിൽ ശ്രേയയ്ക്ക് വിജയത്തിന്റെ മധുരം. ആദ്യ പരീക്ഷ എഴുതാൻ ശ്രേയ എത്തുന്നത് അച്ഛൻ ശിവൻകുട്ടിയുടെ സംസ്കാരം കഴിയുന്നതിന് മുൻപാണ്. വടവന്നൂർ വേലായുധൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ശ്രേയയുടെ അച്ഛൻ മരിക്കുന്നത് ആദ്യ പരീക്ഷയുടെ തലേന്നായിരുന്നു. അതിന് മുന്നത്തെ ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു സംസാരിച്ചത്. എൻ്റെ അടുത്ത് സംസാരിക്കണം വന്നപ്പോൾ സങ്കടത്തിൽ സംസാരിച്ചപ്പോൾ എനിക്കും നല്ല സന്തോഷമായി. പിറ്റേ ദിവസം എൻ്റെ അച്ഛൻ വരും, പക്ഷേ എനിക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. 1 മാസമായി എൻ്റെ അച്ഛൻ ആശുപത്രിയിലായിരുന്നു. ബട്ട് എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ എനിക്ക് പഠിക്കേണ്ട ഒരു ഇതായിരുന്നു. അതുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല. പിറ്റേന്ന് വന്നിട്ട് പിറ്റേന്ന് എന്താ പറയുക, അച്ഛൻ വീട്ടിലേക്ക് വരാൻ നേരത്ത് വരുവാണ് പറഞ്ഞു. ആ സമയത്ത് നല്ല സന്തോഷത്തിൽ തന്നെ ഇരുന്നത്. ഇപ്പോൾ പുലർച്ചെ 5 മണിക്ക് മാമിയും അച്ഛനൊക്കെ വിളിച്ചിട്ട് ഒരേ കരയുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ വേണ്ടവർ നമ്മളെ വിട്ട് പോയി അങ്ങനെ പറഞ്ഞു അച്ഛനെ കുറിച്ച്. അപ്പോൾ എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞു പെട്ടെന്ന്. പിന്നെ വീട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് എന്താ പറയുക, പോയി ഞങ്ങളെ വിട്ടിട്ട്. ആദ്യ പരീക്ഷാ ദിവസം രാവിലെ 10-നായിരുന്നു സംസ്കാരം നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നെങ്കിലും അടുത്ത ബന്ധുക്കൾ ശ്രേയ പരീക്ഷ എഴുതണം എന്ന നിലപാട് സ്വീകരിച്ചു. വീട്ടിൽ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ദിവസങ്ങളിലാണ് മറ്റു പരീക്ഷകൾ എഴുതിയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പരീക്ഷണങ്ങൾക്കിടയിലും വിജയം നേടിയതിൻ്റെ ആശ്വാസത്തിലാണ് ശ്രേയയും കുടുംബവും. പക്ഷേ ആ ദിവസം എനിക്ക് SSLC എക്സാം ആയിരുന്നു. അതുകൊണ്ട് അതിനും പോകണം. പക്ഷെ അച്ഛനെ കൊണ്ടുപോകണത് കാണാൻ പറ്റിയില്ല. കുറേ വിഷമമുണ്ടായിരുന്നു. അച്ഛൻ വീട്ടിലേക്ക് വരും പറഞ്ഞ് സന്തോഷത്തിൽ ഇരുന്നാണ്, കാണാൻ പറ്റിയില്ല. എന്താ പറയേണ്ടതെന്നേ അറിയില്ല. ലൈഫിലെ ഏറ്റവും വലിയ അടിയായിരുന്നു എൻ്റെ അച്ഛൻ എന്നെ വിട്ട് പോയത്. എന്നെ വിട്ട് മാത്രമല്ല, ഞങ്ങളെ വിട്ട് പോയത്. ഇപ്പം എൻ്റെ അമ്മയാണ് നോക്കണത്. വലിയച്ഛനും വലിയമ്മയായിട്ടാണ് ഞങ്ങളെ നോക്കണത്. UTV ന്യൂസ്, പാലക്കാട്.